നമ്മളെപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്താലും അതിൽ വരുന്നൊരു കമൻറ്റാണ് സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ചെയ്യാനായിട്ട്. ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക. തിളച്ച് ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കുക കേട്ടോ, അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ കളയണം. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക് ഇത്രയും കൂടി നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഫ്രൈ പാനിലും റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ കുക്കറിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. രണ്ടും ഭയങ്കര ഈസിയാണ്. തക്കാളി സവാളയും കൂടി എണ്ണയിലൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഒരു 5 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സവാളയൊക്കെ വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഊറ്റിയെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ കുക്കറിൽ ഒരു ഫിസിൽ ഏൽപ്പിച്ചെടുത്താലും മതിയാവും. അവസാനമായിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.